ഇടുക്കി ഏലപ്പാറ ചെമ്മണ്ണിൽ കുടിയൊഴിപ്പിക്കൽ നടപടിക്കെതിരെ ജീവനൊടുക്കുമെന്ന ഭീഷണി. ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് 22-ൽ 2 വീടുകളാണ് ഒഴിപ്പിക്കുന്നത്. ഉടമസ്ഥാവകാശം ആവശ്യപ്പെട്ട് ഹെലിബറി എസ്റ്റേറ്റ് കോടതി സമീപിച്ച് അനുകൂല ഉത്തരവ് വാങ്ങിയെടുക്കുകയായിരുന്നു. പോലീസ് ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെച്ചിട്ടുണ്ട്. ചെലവുകാശില്ല, ശമ്പളമില്ല, ഒന്നുമില്ല. ഞങ്ങൾ രണ്ടുപേരും മടങ്ങ വേണമെങ്കിൽ എന്റെ ഗ്രാജുവേറ്റ് പണം കൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവൻ എടുത്തോട്ടെ, ഈ ഭൂമിയുടെ വിലയ്ക്ക് വേണ്ടി എടുത്തോട്ടെ. എന്നാൽ ഇത് വിട്ടു തരത്തില്ല, കൊടുക്കത്തില്ല. ഞങ്ങൾ മരിക്കും, ഞങ്ങൾ മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുക. ഞങ്ങൾക്ക് ഒരു മാർക്കവും ഇല്ല, ഞങ്ങൾ മരിക്കും. കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും, കുടുംബത്തോട് ആത്മഹത്യ ചെയ്യും. ഞങ്ങൾക്ക് ഇഷ്ടംപോലെ പൈസ ഈ കമ്പനിക്കാരെ ഞങ്ങൾക്ക് തരാറുണ്ട്. എന്നാലും ഞാൻ ഇത് വില കൊടുത്ത് മേടിച്ച ഭൂമിയാണ്. വിവരങ്ങളുമായി ആൽവിൻ തോമസ് ചേരുകയാണ്. ആൽവിൻ, ഈ ജീവനൊടുക്കുമെന്ന ഭീഷണിക്ക് പിന്നാലെയാണോ ഈ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെച്ചിട്ടുള്ളത്? കോടതി ഉത്തരവ് നിലനിൽക്കുന്നു എന്നൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാകും ഇതിന് മുൻപോട്ട് പോക്ക്? താൽക്കാലികമായി മാത്രമാണല്ലോ ഇപ്പോൾ നിർത്തിവെച്ചിട്ടുള്ളത്. അരുണി, അങ്ങനെയാണ്. താൽക്കാലികമായാണ് ഇപ്പോൾ ആ നടപടികൾ നിർത്തിവെച്ചിട്ടുള്ളത്. ഇത് ഹെലിബറിയ എസ്റ്റേറ്റ് ഉടമകളും അതോടൊപ്പം തന്നെ 22 കുടുംബങ്ങളും തമ്മിലുള്ള തർക്കമാണ്. കാലങ്ങളായി ഈ തർക്കം, ഈ ഭൂമി സംബന്ധിച്ചുള്ള തർക്കം നിലനിൽക്കുന്നതാണ്. ഇതിൽ പലരും തൊഴിലാളികളായി ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്തു വരുന്നവരാണ്. അവരവിടെ ഭൂമി വാങ്ങുകയും വീട് വെച്ചു എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. പക്ഷേ ഹെലിബറിയ എസ്റ്റേറ്റ് ഉടമകൾ ഇത് കോടതിയെ സമീപിക്കുകയും കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിച്ചെടുക്കുകയും ഈ വീടുകൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവ് വാങ്ങിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെത്തി 4 കുടുംബങ്ങളെ ഇന്ന് ആദ്യമായി ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. 2 കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന വീടുകളിൽ ആളുകളില്ലായിരുന്നു. 2 കുടുംബങ്ങളിലാണ് ഇന്ന് ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഇത്തരത്തിൽ വലിയ ആത്മഹത്യ ഭീഷണി മുഴക്കിക്കൊണ്ട് തൊഴിലാളികൾ രംഗത്ത് വരികയും അവരെ അവിടെ നിന്ന് ഇറക്കിവിടാൻ കഴിയില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് തങ്ങൾക്ക് പട്ടയമുണ്ട് എന്നും അവിടെ ഭൂമിക്ക് കരം അടയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത്. അവരെ ഇത് സംബന്ധിച്ച് ഒരു കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്, മറ്റൊരു കുടുംബം ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. വലിയ തോതിൽ ആത്മഹത്യ ഭീഷണി മുഴക്കിയതിനെ തുടർന്നാണ് ഇന്ന് പോലീസ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ വരികയും പിന്നീട് ഒഴിപ്പിക്കൽ നടപടിയിൽ നിന്ന് പിന്മാറുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ഹൈക്കോടതിയിൽ ഇന്നുണ്ടായ സംഭവങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ടായി തന്നെ അത് ഹൈക്കോടതിയെ പോലീസ് അറിയിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ കാലങ്ങളായി തുടരുന്ന ഉടമസ്ഥ തർക്കമാണ് ഇത്. അത് കോടതിയിൽ ആയിരുന്നു വ്യവഹാരമുണ്ടായിരുന്നത്. കോടതിയിൽ നിന്ന് അനുകൂല വിധി ഹെലിബറി എസ്റ്റേറ്റിന് ലഭിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഇത്തരം നടപടികൾ ഉണ്ടായത്. പക്ഷേ ഈ വീട്ടുകാർ പറയുന്നത് തങ്ങൾക്ക് അവിടെ പട്ടയമുണ്ട് എന്നും അവിടെ സ്ഥലത്തിന് കരമടയ്ക്കുന്നതാണ് എന്നാണ് അവർ പറയുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവരും ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അരുണ്യ. ആൽവിൻ തോമസ് ആണ് ഇടുക്കിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്.